നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത് പഠിക്കാൻ തയ്യാറാണ്. ഒരു വാശിയുടെ കാര്യമല്ല, വൈരാഗ്യത്തിന്റെ കാര്യമല്ല. ഒരാളോടൊരു വാശിയില്ല. ഞങ്ങളെ എതിർത്ത, ഞങ്ങളെ കല്ലെറിയാൻ വന്ന, കൂക്കി വിളിക്കാൻ വന്ന ആളുകളാണ് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഇത് മനസ്സിലാക്കുന്നു, ഈ തൗഹീദ് മനസ്സിലാക്കുന്നെന്ന് കാണുമ്പോഴാ ഈ ദുൽഖുവൈസിറയും അതൊക്കെ വരിക. മനസ്സിലായോ? ഇതിന്റെ ദുൽഖുവൈസിറയുടെ പിന്നാലെ കുറെ ആളുകൾ വരും എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. നബി വെറുതെ പറഞ്ഞു പോയതല്ല. കുറെ ആൾക്കാർ വരും, അവരൊക്കെ ദുൽഖുവൈസിറ എന്ന് പറഞ്ഞ് പൊക്കോളല്ല പറഞ്ഞത്. നേരെ മറിച്ച് റസൂലുള്ള അവരുടെ അടയാളം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവന്റെ അനുയായിയുടെ അടയാളം എന്താ? അത് മുജാഹിദുകൾക്ക് വിറ്റാവൂല. അതെന്താ? ദുൽഖുവൈസിറയുടെ അനുയായികളുടെ പ്രത്യേകത യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും. ഖുർആൻ ഓതും, പക്ഷെ തൊണ്ടക്കുടി വിട്ട് താഴോട്ടിറങ്ങൂല. എന്താ പറഞ്ഞെന്ന് മനസ്സിലാവൂല അല്ലേ? അത് മുജാഹിദൊക്കെ അല്ല. കാരണം എന്താ? ഖുർആൻ പഠിക്കണ്ടെന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ആളുകളായവര്. ഈ പുസ്തകത്തിന്റെ പേര് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തുൽ ഖുർആൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നതിൽ നിന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഈ പുസ്തകത്തിന്റെ 13ാമത്തെ പേജിൽ എഴുതി വെച്ചെന്താ? ഖുർആനിൽ നിന്നൊരു ആയത്തിന്റെയും അർത്ഥം 16ാമത്തെ പേജിൽ എഴുതി വെച്ചത് ഖുർആനിൽ നിന്നൊരു ആയത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തില്ല എന്ന് എഴുതി വെച്ചത്. ഖുർആൻ ഒരു സൂറത്തിന്റെ പോലും അർത്ഥം പഠിക്കണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താ അർത്ഥം? അത് പഠിക്കേണ്ടടാ പറഞ്ഞത്. അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ എന്താ? അത് അറിയണം നിർബന്ധമില്ല. മാലിക് യൗമിദ്ദീൻ എന്താ ഉസ്താദേ? അതൊന്നും അറിയണ്ട. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്താ ഉസ്താദേ അർത്ഥം? അതൊന്നും അറിയണ്ടാന്നാ. നമ്മൾ നാഴ്ചയോടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു മയ്യിത്തിങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോ നബി പഠിപ്പിക്കാത്താണ് എങ്കിലും എന്തെടുത്തു ചില ആളുകൾ ദിക്റിങ്ങനെ ചൊല്ലിട്ടാ പോലെ മയ്യിത്തുണ്ട് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ നീട്ടി ചൊല്ലി പോവാ. അപ്പൊ ഒരു അമുസ്ലിം വേറൊരു മുസ്ലിമായിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ടിട്ടില്ല ഇത് കണ്ടിട്ട്. അപ്പൊ ഈ അമുസ്ലിം ചോദിച്ചു എന്താ പറയണത്? മൊയ്തോ എന്താ പറയണത്? അപ്പൊ ഇയാള് പറയാ എന്ത്? അച്ഛൻ എന്താ ഇപ്പൊ പറയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണത്. എന്താ ഇപ്പൊ പറയാ? ഇയാൾ ചോദിക്കുന്നത് എന്തായി പറയണതാണ് ഇയാൾ ചോദിക്കണം അമുസ്ലിം. അപ്പൊ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ നാളെക്കേടല്ലേ, കാര്യമായിട്ട് വിളിച്ചോണ്ട് പോടാനല്ലോ. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞത്രേ അങ്ങോട്ട് പോയോ ഇങ്ങോട്ടില്ല എന്നാ പറയണത്. അല്ലോ എത്ര ഇതായിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോയോ ഇങ്ങോട്ടില്ല. മറ്റേ അതാണല്ലേ കേസ് അല്ലേ? ഈ ഒരു അവസ്ഥയല്ലേ മാന്യ സഹോദരങ്ങളെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ എന്താ? എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് പഠിക്കൽ നിർബന്ധമില്ല എന്നാണ്. മനസ്സിലായോ? ഖുർആൻ പഠിക്കണ്ടെന്ന് പറഞ്ഞവർ, ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോൾ പാടില്ലെന്ന് പറഞ്ഞവർ, ഖുർആൻ പരിഭാഷ തയ്യാറാക്കിയപ്പോ ആ ഖുർആൻ പരിഭാഷയുടെ കയ്യെഴുത്ത് പതിപ്പറി കണ്ടെടുത്തിട്ട് അത് കത്തിച്ച് കടലെറിഞ്ഞ ആളുകൾ ആരാ? മനസ്സിലാക്കണത് ചരിത്രമാണ്. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് മുജാഹിദ് പ്രസ്ഥാനം ഖുർആൻ ക്ലാസ് വെക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഇവർ പറഞ്ഞു ഖുർആൻ ക്ലാസ്സിലാക്കിയതാ. അല്ല മുജാഹിദിൽ ഒന്ന് ഖുർആൻ ക്ലാസ്സിലാക്കി, അവിടെ ഖുർആൻ ക്ലാസ്, ഇവിടെ ഖുർആൻ ക്ലാസ്. ഇപ്പൊ ഖുർആൻ ക്ലാസ് മുസ്ലിയാക്കന്മാരെ ഫ്ലെക്സ് കൊണ്ട് റോഡിൽ കിടക്കാൻ പറ്റില്ല. ചിരിച്ചിട്ടും ചിരിക്കാതെ തൊപ്പി വെക്കാതെ പല ജാതി ഫോട്ടോകളാ എല്ലാം ഖുർആൻ മുസ്ലിയാക്കന്മാര്. ശരിയല്ലേ? മറ്റുണ്ടായി എന്നിട്ട് ഖുർആൻ പഠിക്കും, എന്നാലും ദുർവ്യാഖ്യാനിക്കും. എന്താ എങ്ങനെ വേണമെങ്കിലും പൂച്ച താരയല്ലേ വീണു പറഞ്ഞ പോലെ. എങ്കിലും പഠിക്കാൻ നിൽക്കണം, മര്യാദക്ക് പഠിക്കാതില്ല. അത് ഈ ജാതിപ്പെടുത്താം. രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരെ വേറെ മനസ്സിലാവൂല. പാത്തുമ്മാട് ആട് എന്ന് ബുക്ക് എഴുതിയ മുഹമ്മദ് ബഷീറാണ് ഇപ്പോഴത്തെ MP എഴുതി വെക്കൂ അല്ലേ? അപ്പൊ ആ രൂപത്തിൽ പഠിത്താം. പഠിക്കും മര്യാദക്ക്. യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിഹും. ഖുർആൻ അവർ ഓതും, നല്ല തജ്വീദൊക്കെ നോക്കി ഓതും, പക്ഷെ തൊണ്ടേന്ന് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങൂല. എന്നിട്ട് പിന്നെ റസൂൽ പറഞ്ഞെന്താ? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. വേട്ടമൃഗത്തുള്ള ചമ്പ് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ കടന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരാണ്. ദാമോദരൻ ഔലിയുടെ ഖബറുണ്ടാക്കും, ലാത്തയുടെ സഹായം തേടാന്ന് പറയും. അങ്ങനെ എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ അടയാളം, അല്ലാഹുവിന്റെ റസൂല് അവരുടെ അടയാളം എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇബ്നു ഹജർ തന്നെ പറയുന്നത് കാണാം. എന്താണ് അവരുടെ അടയാളം? അന്നബി സഈദ് ഖീല മാ സീമാഹും. അബൂ സഈദിനെ തൊട്ട് വന്ന റിപ്പോർട്ടിലുള്ളത് നബിയോട് ചോദിച്ചു മാ സീമാഹും, ഈ ദുൽഖുവൈസറത്തിന്റെ ആളുകളുടെ അടയാളം എന്താണ്? ഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു സീമാഹുമുത് തഹ്ലീഖ്. അവർ തലമുണ്ടനെ ചെയ്യുന്ന ആൾക്കാരാണ്, തലമൊട്ടയടിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? മാപ്പിള പൊട്ടയുടെ ആൾക്കാരാണ് എന്നാ. മനസ്സിലായോ? എന്ന് വിശദീകരിച്ചിട്ട് പറയാണ്. എന്ത് വിശദീകരിക്കുകയാണ്? എന്താണ്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഫഖാമ റജുലുൻ, ഒരാൾ എണീറ്റിരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ ഫീ ഹൗലാഇൽ ഖൗം അലാമ, ഈ പറഞ്ഞ ആളുകൾക്ക് വല്ല അടയാളവുമുണ്ടോ? ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു യഹ്ലിഖൂന
റൂസഹും, അതെ അവര് തലമുണ്ടനം ചെയ്യുന്ന ആളുകളാണ്, മുട്ടയടിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇത് വിശദീകരിച്ചിട്ട് പറയുന്നത് കാണാമെന്ന്, വകാന സലഫു യുവഫിറൂന ശൂറഹും ലാ യഹ്ലിഖൂനഹാ, മുൻഗാമികളായ പൂർവ്വസൂരികളായ ആളുകൾ അവർ മുടി വളർത്തിയ ആളുകളാണ്. വകാന തരീഖത്തുൽ ഖവാരിജി, ഖവാരിജികളുടെ അടയാളം ഹൽഖു ജമീഇ റൂസിഹിം, അവർ തല മുഴുവൻ വടിച്ചു കളയുന്ന. ഞാന് വണ്ടി നിങ്ങൾക്ക് എടുത്താൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഒരു കാലഘട്ടത്തില് മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു വെച്ചാല് മുട്ടയടിച്ചാൽ തല മുടി വളർത്തിയാൽ കാഫറാണ് എന്നാ, കാഫറിന്റെ അടയാളം തല മുടി വളർത്തിയാൽ കാഫറാണെന്ന് പറഞ്ഞതാ. വെച്ചാല് മാപ്പിളയാകണമെങ്കിൽ നിൽക്കണം വെള്ളിയാഴ്ച ഫുള്ള് ഷേവ് ചെയ്യണമെന്നാ. അതൊക്കെ ബാർബർമാര് കടയിട്ട് ഒരു ജംഗ്ഷനിൽ ഇരിക്കല്ല, നേരെ മറിച്ച് വെള്ളിയാഴ്ച ആകുമ്പോൾ രാവിലെ മുപ്പരിങ്ങനെ അറ്റത്തിൽ ഇറങ്ങും. എന്നിട്ട് മക്കളെയും പേരക്കുട്ടികളൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ നിരത്തി ഇരുത്ത വെള്ളിയാഴ്ച. എന്നിട്ട് റോബസ്റ്റയുടെ തൊലിയിരിക്കണ പോലെ 4 വടിയാ, കഴിയുമ്പോ ക്ലീൻ മുട്ടയായി. ആ രൂപത്തിൽ തലമുണ്ടനം ചെയ്ത് നടന്ന ആളുകളാ മുജാഹിദിന്. തലമുടി വളർത്തിയപ്പോ എന്താണ്, കാഫറുകളെ അനുകരിക്കുന്ന പറഞ്ഞു. മുടി വളർത്തിയാലേ കാഫറുകളെ അനുകരിക്കുന്ന പറഞ്ഞൊരു കാലഘട്ടത്തില് കൃത്യമായിട്ട് ദിവസം കുളിക്കാൻ പോലും പാടില്ലതാ. മൊയ്തു മൗലവി തന്റെ അനുഭവം എഴുതിയ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തെക്കുറിച്ച് നാട്ടിൽ അദ്ദേഹം അറിയപ്പെട്ടൊരു ഇസ്ലാഹി പണ്ഡിതനാ പഴയ കാലത്ത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ ആരോപണം, മൊയ്തു മൗലവി എന്ന് പറഞ്ഞ ആള് നല്ലവനാണ്, പക്ഷെ മൂപ്പർക്കൊരു പോരായ്മ ഉണ്ട് എന്ന്. അതെന്താ പോരായ്മ? മൂപ്പര് ഹിന്ദുക്കളെ പോലാണ്. അപ്പൊ മൊയ്തു മൗലവി ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞപ്പോ അത് അന്വേഷിക്കണമെങ്കിൽ ഇവരെന്താ ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ മൂപ്പരെ കുറിച്ച് ആരോപണം പറഞ്ഞത് അയാൾ എല്ലാ ദിവസവും രാവിലെ കുളിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മുടി വളർത്താൻ പാടില്ലെന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. മുസ്ലിയാക്കന്മാർ തലമുണ്ടനം ചെയ്ത് നടന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴോ ആ തക്കാവിടെ തലക്കെട്ടൊന്ന് മുക്കി വെക്കണി, നല്ല ക്രോപ്പ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെ സീമാഹുമുത്തഹരീഖ്, തലമുണ്ടനം ചെയ്യണം എന്ന് പറയുകയും പഠിപ്പിക്കുകയും അതാണ് നമ്മുടെ മര്യാദ എന്ന് പറയുകയും ചെയ്ത കാലഘട്ടം ഉണ്ട്. മനസ്സിലാക്കി. അത് മുജാഹിദല്ല പറഞ്ഞു, മുജാഹിദ് മുടി വെക്കാൻ പറഞ്ഞവരാ, മുടി വെക്കാൻ പറഞ്ഞവരാ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയുടെ സമീപത്ത് ഒരു മുജാഹിദ് പ്രവർത്തകർ ബാർബർ ഷാപ്പിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തലമുടി വെട്ടണം എന്ന്. ഒരു കയ്യിൽ ചീപ്പും മറുകയിൽ കത്രികയായിട്ട് ബാർബർ പറഞ്ഞോ, നിന്റെ മുടിയുടെ വെട്ടൂല. അതെന്താ? നാട്ടിലെ എല്ലാ ജാതി ഉപജാതികളുടെയും മുടിവെട്ടുന്ന ബാർബർ ഇയാളുടെ മുടിവെട്ടാത്തത്? അപ്പൊ പറഞ്ഞു, നിന്റെ മഹല്ല് വിലക്കിയതാണ്, നിന്റെ മഹല്ല് വിലക്കിയ ആളാണെന്ന്. ആര്? മൂപ്പര് തൗഹീദുള്ള ആളാ, മൂപ്പര് മുടി വെട്ടൂല. അപ്പൊ ഒന്നുകിലും നീ മറ്റേ തൗഹീദൊക്കെ വിട്ടിട്ട് വാ, പഴയപോലെ വെള്ളമൊക്കെ അടിച്ചിട്ട് മിനിങ്ങിട്ടൊക്കെ വാ, എങ്കിലും മുടിവെട്ടിത്തരാ. അല്ലാതെ ഈ മുജാഹിദായിട്ട് നടന്നിട്ട് ഇവിടെ മുടിവെട്ടാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നിനും മുജാഹിദിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ എന്നെ മുടിവെട്ടിത്തരാന്ന്. അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഏതിനും മുടി വെട്ടിയിലും വേണ്ടില്ല, ഞാനവിടെ തോന്നോളാം. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. നിങ്ങളാഴ്ചക്ക് ഇത് ഇരുണ്ട യുഗത്തിൽ നടന്ന കഥയല്ല, 6-ാം നൂറ്റാണ്ടിലെ കഥയല്ല ഈ പറയുന്നത്. ഈ നൂറ്റാണ്ടിൽ ഈ അടുത്ത സമയത്ത് നടന്ന സംഭവമാണ്. പത്രങ്ങളിൽ വാർത്ത വന്നതാ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുടി വെട്ടാൻ പറ്റൂല എന്നാണ് ബാർബർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണോ, നിന്റെ മുടി വെട്ടൂല എന്ന് പറഞ്ഞ ഇവനാരാ? മുടിയിട്ട വെള്ളം കുടിക്കണവരാ. അതാ വൈരുദ്ധ്യോ? മുടിയിട്ട വെള്ളം കുടിക്കുന്നവരാ പറയുന്നത് നിന്റെ മുടി വെട്ടൂല മുജാഹിദേ. ശരിയല്ലേ? ഒരു കാലഘട്ടത്തിൽ തലമുണ്ടനം ചെയ്ത് തലമുടി വെട്ടി പിന്നെ തലമുണ്ടനം ചെയ്ത് അത് വടിച്ച് നടന്ന ആളുകള് അവരോട് മുജാഹിദ് വന്നിട്ട് പറഞ്ഞു, തലമുടി വളർത്താം, അത് സലഫികളുടെ മാർഗമാണ്, സലഫുകളുടെ മാർഗമാണ്. തലമുടി വളർത്താൻ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ ഇവര് നാളെ കൊണ്ടുവന്ന് ക്ലിപ്പ് ഇട്ട് നിങ്ങൾ കണ്ടോളി. മുജാഹിദ് ബാലുശ്ശേരി തലമുണ്ടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു, കണ്ടോ? ഹനീഫ് കായക്കൊടി പ്രസംഗിക്കുന്നു, അങ്ങനെ ക്ലിപ്പ് ഇടും ഓരോന്നോരോന്ന്. അതാ പറഞ്ഞ ഇവർക്കൊരു അന്തവും കുന്തവും ഇല്ലാത്ത മനുഷ്യന്മാരാണ്. 2 ഘട്ടത്തിലാണ് പറഞ്ഞത് തലമുണ്ടനം ചെയ്യാൻ. ഏതാണെന്നറിയോ? അത് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വേണ്ടി വന്നാൽ, ആവശ്യമായി വന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ കേസ് ചർച്ച ചെയ്ത് തരും. 2 ഘട്ടത്തിൽ, ഒന്ന് ഉംറക്ക് തഹ്ലീലാവുമ്പോൾ, 2 ഹജ്ജിന് തഹ്ലീലാവുമ്പോൾ അപ്പോഴാണ് തലമുണ്ടനം ചെയ്യാൻ പറഞ്ഞത്. അല്ലാത്ത സന്ദർഭത്തിൽ തലമുണ്ടനം ചെയ്യാൻ പാടില്ല. അതിനെ സംബന്ധിച്ച വിധികളും വിശദീകരണങ്ങളും ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ എന്തെടുക്കുക, മുടിയിട്ട വെള്ളം കുടിക്കുന്ന അവസ്ഥയിലാണ് ഇവരുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ആരാന്റെ മുടി കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് മുടിയാട്ടം നടത്തുക, മുടിയിട്ട വെള്ളം കുടിക്കുക. മാന്യ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അത്രത്തോളം അതപ്പതിച്ച ഒരു ജനതയായി ഇവർ മാറുകയാണ്. അതപ്പതിച്ചൊരു ജനതയായി മാറുകയാണ്. നബിയുടെ പേരിൽ ആക്ഷേപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്
എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന മുടി, ആ മുടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളൂ. ആ മുടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടതാ കുതിരവാല് പോലെ നീണ്ടു കിടക്കുന്ന മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന മുടിയാണത്രേ. ഒരു കാലത്ത് തലമുണ്ടനം ചെയ്തിരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നീളമുള്ള മുടി, ആ മുടി കൊണ്ടുവന്നിട്ട് എവിടുന്നാ ഇത് കൊണ്ടുവന്നത്? ആരുടെ മുടിയാണിത്? ഏത് കുതിരയുടെ മുടിയായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ല എന്നുറപ്പിച്ചിട്ടും ആ മുടി നബിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തെ വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അവിടെയും ഇവരുടെ ജഹാലത്ത് വളരെ വ്യക്തമാണ്, അറിവുകേട് വളരെ വ്യക്തമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അറിവുകേട് വളരെ വ്യക്തമാണ്, അറിവുകേട് വളരെ വ്യക്തമാണ്. നമ്മൾ പലവരും കണ്ടതാ, എങ്കിലും ഒന്നുകൂടി കണ്ടോളൂ. ഈ വിഷയത്തിൽ വന്ന അവരുടെ വിവരക്കേടൊന്ന് കണ്ടോളൂ. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ശറഫാക്കപ്പെട്ട മുടി ഉണ്ട് തന്നെ വെക്കുക, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളെടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു, ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ അധീനതയിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരെ പറയാറ്. ഞാൻ ചോദിച്ചു, അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനത്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനത് എന്താണ്? ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി, 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിച്ചത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനത് വായിക്കും, സനത് വായിക്കും. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ, 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാതെ പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തെ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കുക. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പെനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനിക്ക് മറുപടിയല്ല, എനിക്ക് അനുകൂല. സമ്മതിച്ചു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ഷഹറത്തൻ എന്നാണ്. സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43ആണ്. അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ, 1ാം ക്ലാസ് മുതൽ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഹംസ, സിത്ത, സബ, അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവത്തിയും പോലെ ആരെയും അറിഞ്ഞു പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ കണ്ടോ, ഇതാണ് മുടി കിട്ടിയ ഗതി.
മുടി കിട്ടിയവന്റെ ഗതിയായത്. മുടി കിട്ടിയവര് ഗതിമുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിലാണിപ്പോ അല്ലേ. അവസാനം എണ്ണും അറിയില്ല, മണ്ണും അറിയില്ല, മുടി അറിയില്ല, ഇത് എവിടുന്നാന്നും അറിയില്ല, ആ കോലത്തിലായി. ഒരു അന്തയിലൊരു കഥയില്ല. എന്നിട്ട് അത് വിറ്റിട്ട് വെള്ളം വിറ്റ് ജ്യൂസ് അടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നടക്കാം, അത് വിറ്റിട്ട് നടക്കാണ്. ഇനി മാത്രമല്ല മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ വളരെ വ്യക്തമായി ചിന്തിക്കണം. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വർത്താനം പറയും. ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ ഒന്നുമില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയാത്തത് അത് പറയാ, ചരിത്രത്തിന്റെ പേരിൽ പറയാ. ചരിത്രത്തിലില്ലാത്തത് ചരിത്രത്തിന്റെ പേരിൽ പറയുക. അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്തത് ഇസ്ലാമിന്റെ പേര് പറയാ. ഒരു കഥ മാത്രം നിങ്ങൾ കേട്ടോളി. ഒരു കഥ നമ്മുടെ തിരൂര് ബന്ധപ്പെട്ട ഒരാളൊരു കഥ പറയാ, ഒരു ഷഹീദിന്റെ കഥ കേട്ടോളൂ. നമ്മളുടെ തിരൂരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മഹാനാണല്ലോ കുഞ്ഞൻ ഷഹീദ്, കല്ലിങ്ങൽ കിടക്കുന്ന കുഞ്ഞൻ ഷഹീദ്. നിങ്ങൾക്കറിയില്ലേ, വെള്ളക്കാരുമായി യുദ്ധം ചെയ്തവരാ. മഹാനവരുടെ തലകെടുക്കുന്നത് കോഴിക്കോട് ബദവി മക്കാം എന്ന് അറിയപ്പെടുന്ന മക്കാമിലാണ്. മഹാനവർ എങ്ങനെയാണ് അവിടെ എത്തിയത്? കുഞ്ഞൻ ഷഹീദിന്റെ തലയെടുത്ത് അതാ വെള്ളക്കാരുടെ സായിപ്പിന് പിന്നെ കാഴ്ചവെച്ചു. തിരൂരിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞൻ ഷഹീദിന്റെ തല അതാ ടേബിളിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നു. കുഞ്ഞനായിരുന്നവർക്ക് പേടി സ്വപ്നം. കൊമ്പം മീശയുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞൻ ഷഹീദ് അല്ലെങ്കിൽ ബദവി ഷഹീദ് ആ തലയതാ തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സായിപ്പതാ ഒരു വടിയെടുത്തിട്ട് കുഞ്ഞനെ അടിക്കുന്നു, ചുണ്ടിലടിക്കുന്നു. നീയാടാ കുഞ്ഞൻ, നീയാടാ കുഞ്ഞൻ, നീയാണോ ഞങ്ങൾ എതിർത്തവൻ, എന്തു പറ്റിയപ്പോൾ നിനക്ക്? ഉടനെ തന്നെ ആ തലയതാ ചുണ്ടൊക്കെ പൊക്കിക്കൊണ്ട് പല്ലിടിച്ചുകൊണ്ട് പറയുന്നു, അതേ ഞാനാണിടാ കുഞ്ഞൻ, ഞാനാണിടാ കുഞ്ഞൻ, ഞാനാണിടാ കുഞ്ഞൻ. ഇത് പറയുമ്പോൾ സായിപ്പ് പേടിച്ചുപോയി. അതോ നിങ്ങൾ ഏതോ ജിജ്ജനാണല്ലോ കൊന്നത്, നിങ്ങളൊരു ജിജ്ജന്റെ തലയാണല്ലോ കൊണ്ടുവന്നത്, ഇതൊരിക്കലും പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അന്ന് ഗവൺമെന്റിന്റെ സ്ഥലം കൊടുത്താണ് കുഞ്ഞൻ ഷഹീദിനെ മറവ് ചെയ്തത്. ഇന്നും ആ മഹാനുകൾ കിടക്കുന്നു. എങ്ങനെയുണ്ട് കുഞ്ഞൻ? ഉണ്ടോ? തല വെട്ടിക്കൊണ്ടുവന്ന് വെക്കുമ്പോ സായിപ്പ് തലയിൽ അടിച്ചിട്ട് നീയാണോ കുഞ്ഞൻ? ഞാനാണോ കുഞ്ഞൻ? തലയിരുന്നിട്ട് വർത്താനം പറയാം, തളികയിലെ തലയിരുന്ന് വർത്താനം പറയും, ഞാനാണോ കുഞ്ഞൻ എന്നാ. കൊമ്പം മീശയുള്ള ഷഹീദാണെന്നാ. കൊമ്പം മീശ പാടുണ്ടോ മൊയിലാരെ? നബി പറയുന്ന കസുഷമാരി മീശ വെട്ടാനാ, കൊമ്പം മീശ വെക്കണ്ടാ. നിങ്ങൾ മനസ്സിലാക്കി, ഔലിയാക്കന്മാർക്കൊന്നും ബാധകല്ലേ? ഇവര് മനസ്സിലാക്കിയ വലിയാരാ? കൊമ്പം മീശ ഉണ്ടായിരുന്നു, കൊമ്പം മീശ ഉണ്ടായിരുന്നു. കൊമ്പം മീശ പാടില്ല മനുഷ്യ. കസുഷമാര് മീശ വെട്ടാനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണോ? ഈ രൂപത്തിൽ ഓരോന്ന് പറയാ. നബിയുടെ പേരൊന്നുമില്ല, ഷഹീദന്മാരുടെ അങ്ങനൊന്നുമില്ല. തൊള്ള തോന്നി വിളിക്കുക. നബിയുടെ പേര് പറഞ്ഞിട്ട് കണക്കില്ല. ഇവിടെ കേട്ടതാ. എന്നാലും ചില ആളുകൾ കേട്ടിട്ടുണ്ടാവൂല, ചിലര് കേട്ടാത്തൊരു ചെവികുത്തി അയക്കല്. അതെന്താ? കൊണ്ടൂരുള്ളൊരു മുയിലാരെ കാണിക്കാനൊന്നും സമയമില്ല. ആ മുയിലാര് മദീനത്ത് ചെല്ലും. എപ്പോഴും അവിടെ തിരക്കാണത്രേ, എപ്പോഴും തിരക്കാണ്. അപ്പൊ ഒരിക്കൽ മൂപ്പര് എന്നിട്ട് പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം പോലെ ഞാൻ ഇങ്ങോട്ടില്ല, ലാസ്റ്റാണ്. നമ്മൾ നബിയുടെ കബറിലേക്ക് ചെല്ലൂല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോകുന്നതാ. അടുത്ത പ്രാവശ്യം മൂപ്പര് മദീനത്ത് ചെന്നപ്പോ മൂപ്പര് പോയില്ല, നബിയുടെ കബറിലേക്ക് പോകാതെ മാറി നിൽക്കാണെന്ന. അപ്പോ ഈ ആളിന്റെ ബഹളത്തിനിടക്കുന്ന ഒരാളിങ്ങനെ ഇറങ്ങി വരിക. ഇങ്ങനെ നോക്കുക. ആരാ നോക്കണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനിടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കൊണ്ടൂരിക്കാൻ നിൽക്കണം. അവിടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടൂരുള്ള സ്ഥലേ, അവിടെ കുപ്പാടത്തെ കാക്കാണിത്. അപ്പോ അവിടെ ചെന്നിട്ട് ഈ കൊണ്ടൂരിങ്ങനെ നിൽക്കുമ്പോ നബി വിളിക്കാണ്, താൽ യാ കൊണ്ടൂർ, താൽ താൽ എന്നിങ്ങനെ വിളിക്കാണ്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്. അപ്പൊ കൊണ്ടൂർ എന്നാണോ? ഞാനില്ല, ഞാൻ വരില്ല. ഇയാള് പറയാ, നബി വിളിച്ചപ്പോ പറയാ, ഇല്ല ഞാനില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ അവിടെ വരിക എന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോ നബി പറഞ്ഞ്, നിനക്ക് എന്നെ കണ്ടില്ലെങ്കിൽ കാണുന്നെങ്കിൽ വേണ്ട, പക്ഷെ നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇത് വരാൻ. അപ്പൊ ഈ കുണ്ടൂരിൽ നിൽക്കുക പടച്ചോനെ ഏറ്റവും വലിയ ആളായിരിക്കണം അഷ്റഫുൽ ഖൽഖാ ഈ നിൽക്കുന്നത്. ഇതിനേക്കാളും വലിയ ആളാര് വേറെ അവിടെ? ഇതിനേക്കാളും വേണ്ടപ്പെട്ട ആരാ അവിടെ ഉള്ളത്? മൂപ്പര അതാരാന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഇരിക്കണ ആര്? അവിടെ ഇരിക്കണാരാ? ഹുനാക ശൈഖ് അബൂബക്കർ. നമ്മുടെ അബൂബക്കർ പേര് കസേരയിട്ടിരിക്കണത്. അബൂബക്കർ മുസ്ലിയുടെ കസേരയിട്ടിരിക്കുകയാണ്. ഒരു മൂല്യാര് പ്രസംഗിക്കണം. മാന്യ സഹോദരങ്ങളെ, അങ്ങനെ ആരാ പ്രസംഗിക്കുക? അങ്ങനെ ആരെങ്കിലും പ്രസംഗിക്കുവോ?
എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിക്കൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, വളരെ വ്യക്തമായി ഈ മുസ്ലിയാർ തന്നെ പ്രസംഗിച്ചത് കേട്ടോളൂ. നിങ്ങൾ ഉസ്താദ് ഒരു ആശിക്കായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ ദൗമയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാർന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു, സ്വപ്നമല്ലേ സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊല്ലൂർ സാഹ് പറയാ, അർജുൻ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ, ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. അള്ളാന്റെ റസൂൽ നിൽക്കുന്നുണ്ട്, അവിടേക്കാ വിളിച്ചത്. മൂപ്പരവിടെ ഇരിക്കടാരെ അബൂക്കറുവിലെ നബി പോയിരിക്കാരെ വിളിക്കാം, കുണ്ടൂരിനെ വിളിക്കാരെ. എന്താ ചെയ്യാമാന്റെ സഹോദരങ്ങളെ. ഒരു ദിവസം നിലമ്പൂരെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാള് ചായപ്പീടി നടത്തുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അയാള് മുജാഹിദൊന്നുമല്ല. അദ്ദേഹം ഇങ്ങനെ പ്രസംഗം കേട്ടിട്ട് വഴിയിൽ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഈ ജഹാദി കേട്ടപ്പോൾ മൂപ്പര് പതുക്കെ സ്റ്റാൻഡിൽ വെച്ച് ഇങ്ങനെ നടന്നിട്ട് അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ചിരിക്കുന്നുണ്ട്, മൂപ്പര് ചിരിക്കണമെന്നില്ല. അവസാനം പ്രസംഗം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മൂപ്പരിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്താദെ എന്താ ഇവരെ ചെയ്യാന്ന് ചോദിച്ചു. എന്താ ഇവരെ ചെയ്യാന്ന്? നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കും, ഇവരൊന്ന് നന്നായി കൊടുക്കട്ടെ, അത് ദ്വാ ചെയ്യും. ഇവരെ പ്രാർത്ഥിക്കുന്നല്ല, ഇവരെ വാളത്തി കെട്ടിട്ട് ആകാശത്തേക്കൊണ്ടാണത്. ഈ ജാതി മനുഷ്യരെ ഭൂമിക്ക് മുകളിൽ ഉണ്ടാകാൻ പണ്ട് സാധാരണക്കാരൻ അത് കേട്ടിട്ട് പറയാ, എന്ത് ജാതി വാള് ഇത് കൗമിനോട് പറയാ. എന്നിട്ട് ഇതിനാരെങ്കിലും എതിർത്താൽ ഓൻ വഹാബി അല്ലേ, ഇതിനാരെങ്കിലും എതിർത്താൽ ഓനും മറ്റേ കൊമ്പുള്ള ആള്. നിങ്ങൾ ആലോചിച്ചോക്കണേ. ഇനി അത് മാത്രാണോ? അത് മാത്രല്ല, ഇയാള് യക്കളെ കണ്ട കാര്യം പറഞ്ഞു, സ്വപ്നമല്ല ഇത്. അയാൾ ഇടക്ക് പറയേണ്ടത് ഇത് സ്വപ്നമല്ല, ഇത് ഓണർബിൽ നടന്നാണെന്ന. ഇയാളെ കണ്ട സ്വപ്നം കണ്ടുള്ള കഥ എന്താ? ഓണർബിൽ കാണെങ്കിൽ സ്വപ്നത്തിൽ എന്തായിരിക്കും? അങ്ങനെ ഇയാളിങ്ങനെ ചുമ്മാ സ്വപ്നം കാണാം, സ്വപ്നം കാണും, എന്നെ സ്വപ്നം കാണും, ഉറക്കം നോക്കിയാൽ സ്വപ്നം കാണുകയാണ്. അങ്ങനെ മൂപ്പറ നാട്ടിലൊരു പരിപാടി തന്നെ നമ്മൾ വെച്ചു കൊടുക്കേണ്ടി വന്നു, ഇയാളുടെ സ്വപ്നം കൊണ്ട് ഗതിമുട്ടിയിട്ട്. മാത്രല്ല ഇയാളിങ്ങനെ സ്വപ്നം കണ്ടിപ്പോ ആളുകൾ ഈ അടുത്ത് വടിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഉറക്കം നോക്കി അപ്പം സ്പ്രേ ചെയ്യും, ഉറങ്ങാൻ പാടില്ല വലിച്ച്. ആ ജാതി സ്വപ്നം കാണുക. അവസാനം സ്വപ്നം കണ്ട് എല്ലാത്തിനും മറുപടി വിലയാണ്. നേരത്തെ പറഞ്ഞ കുസുന്തിരിയ വിലയാണ് 43 എഴുതിയാ 34 വായിക്കണ വിലയാണ്. അയാള് എന്നെടുത്തു സാഹി കെട്ടിട്ട് അവസാനം പറയാണ്, കേട്ടോളൂ. എ പി ഉസ്താദിനെ എന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അഹ്സരി പറഞ്ഞ സീഡിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറെ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, എ പി ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞോ? എ പി ഉസ്താദ് പറയിച്ചതാണോ? എ പി ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടെന്ന് എവിടുന്നോ പറഞ്ഞതിന് എ പി ഉസ്താദ് ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിൽ ഞാൻ രണ്ടു കൂട്ടിയിട്ടാ പറഞ്ഞു. അതെന്ന് പറയണ വിലരെ ഒന്നിനും ഉണ്ട് എന്ന് പറ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഇത് ഉണ്ടില്ല എന്ന് പറഞ്ഞേ, ഉണ്ടില്ല. ചോറാണോ മുലേരോ, കഞ്ഞിയാണോ, ചൊറിഞ്ഞീന്ന്. മനസ്സിലായോ? ഒന്നിനുണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇയാള് പറഞ്ഞ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇയാള് പറഞ്ഞെന്താ? ഇയാൾക്കറിയാ ഇത് കുടുങ്ങും. ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തോ എ പി ഉസ്താദ് പറഞ്ഞു, ഇല്ലാന്ന് എ പി ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാനിവിടെ കമറെടുക്കാൻ ഇരുന്നിട്ടൊന്നുമില്ല. നബി എന്നെ ഇവിടെ ഇരുത്തിയിട്ട് കുണ്ടൂരെ വിളിക്കാൻ പോയിട്ടൊന്നുമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞാണ്. ഞാൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. എന്നെ പറഞ്ഞ അള്ളാന്റെ റസൂൽ അങ്ങനെ ഇരുത്തുമില്ല. മാത്രമല്ല ഞാനൊരു പാവപ്പെട്ട മുടിക്കച്ചവടക്കാരനാണ്. അതുകൊണ്ട് ഇവര് പറഞ്ഞു കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഇയാൾ പറഞ്ഞോ? ഇതുവരെ അള്ളാഹു ഒന്നും ചെയ്യൂല ഇയാൾ അറിയാതെ എന്ന് പ്രസംഗിച്ചോടുന്നു ഇവിടെ. ഇതേ അത് അയാൾ പ്രസംഗം കേട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടക്കം അപ്ലോഡ് ചെയ്തു, ലോകം മുഴുവൻ കേൾപ്പിച്ചു. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നാട് നീളയിട്ട് നടന്നു. ഇന്ന് വരെ അയാൾ പറഞ്ഞു അങ്ങനൊന്നുമില്ല, ഞാനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അള്ളാഹ് അറിയണമെന്നില്ല, അത് ഏത് ജാഹില് പറഞ്ഞാണ് എന്ന് പ്രതികരിക്കേണ്ട. ഇതുവരെ പ്രതികരിച്ചോ? ഇല്ല എന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല.
ഇയാളും പിന്നെന്താ, ഇയാളും പറയാണെന്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇല്ലാന്ന് പറയാൻ ഇയാൾക്കും കഴിയണില്ല. എന്തേ കാരണം? ഇയാൾ കുറെ ന്യായീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ കാര്യം എന്താ, ഒരുപാട് തട്ടിപ്പ് നേരത്തെ നടത്തിയിരുന്നല്ലോ, അത് പുറത്തു വന്നിട്ടില്ലല്ലോ. കേട്ടോളൂ എന്ന് ഇയാൾ കണ്ട KK ഉസ്താദ് ഉസ്താദിനെ ദർശനം പഠിച്ച ആളയാള്. KK ഉസ്താദിന്റെ ഉസ്താദല്ലേ സംസൂരമ, അവിടുത്തെ ഉസ്താദല്ലേ കണ്ണിയത്ത് ഉസ്താദ്. 3 ഉസ്താദുമാരെയും മാറ്റിവെച്ചിട്ട് ഒരു സമസ്ത ഉണ്ടാക്കി. പോരാത്തതിന് ഉസ്താദന്മാർക്കെതിരെ കേസ് കൊടുത്തു. ഇയാളെ മഹത്വമാണത്. ഈ ജാതി മഹത്വം പറയാനുള്ളത്. പിന്നെ മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ്, ദുൽസൈൽ ഉസ്താദ്, ഇവരാ പഴയ സ്വഭാവത്തോടെ ആ പഴമയും തനിമയും നിലനിർത്തി അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിൽ പത്രക്കാരെങ്കിൽ പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. കണ്ടോ? ഈ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസിർ ഇയാളെ കൈകൊണ്ട കിട്ടാൻ ഇയാളെ ഇവരെ വിചാരം. കാരണം എന്താ, ബിൽ ക്ലിന്റനെ പോലത്തെ, ജോർജ് W. ബുഷിനെ പോലത്തെ ലോക രാഷ്ട്രനായകന്മാരെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലുകളുടെ മൈക്കുകൾ മുഴുവനും കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക് ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമിന്റെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണത്, ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണ്. അതിനെപ്പോ കാണിച്ചതാ, ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി ഒന്നുള്ളൂ. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് എങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്തതെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത് ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ. അതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി യാത്ര ഉണ്ടാക്കിയത് കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചുതരാം. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനവും. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായൊരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കുറിച്ചതറിയോ? പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. അപ്പൊ ശേഖരൻ ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന് മൈക്കിന് മേലെ. അതേ ഫോട്ടോ, 2 ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് 2ഉം ഒന്നിച്ചു വെച്ച് നോക്കിക്കോ. 2ഉം ഒന്നിച്ചു വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചിന് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്വങ്ങൾ ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. കണ്ടോ? അപ്പോ ഈ ജാതി തട്ടിപ്പ് നടത്തിയാണ്. ഇതിപ്പോ ഏതൊരു പൊട്ടനെ കണ്ടാലും മനസ്സിലാവല്ലോ ഇത് തട്ടിപ്പാണ്, ഇതൊരു ഫോട്ടോഷോപ്പ് വിദ്യാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. എങ്കിൽ അത് മനസ്സിലാക്കിയാൽ പോരെ. അങ്ങനെ അത് ഏതോ പത്രക്കാരെ ഏതോ ബോധമില്ലാത്തതും ചെയ്താണെന്ന് മറുപടി പറഞ്ഞാൽ മതി. പക്ഷേ ഇയാള് പ്രസംഗിച്ച ഹസൻ സക്കാഫി എന്ന് പറഞ്ഞ ആളാ. സക്കാഫി തന്നെയാണ്, പേടിക്കണ്ട, പാമ്പിന് കീരി വേറെ ഉണ്ട്. അപ്പോ ഹസൻ സക്കാഫിയാണ്. ഇയാള് പ്രസംഗിച്ചപ്പോ നമ്മളെടുത്ത് കാണിച്ചല്ല എന്തിനാണ് തട്ടിപ്പ്, ഇജാതി തട്ടിപ്പ്, ഈ കൗമിന്റെ മുന്നിൽ എന്തിനാ ഇങ്ങനെ തട്ടിപ്പ് ചോദിച്ചപ്പോ മറുപടി പറയാൻ വന്നു. എന്താ മറുപടി പറഞ്ഞത്? നേരത്തെ ഉണ്ടായാലും ഇല്ലെങ്കിലും മുസ്ലിമില്ലേ? അയാൾ പറഞ്ഞ മറുപടി കേട്ടോളൂ. മൗലവി ഇങ്ങനെ കാന്തപുരം വളരെ മോശാന്ന് വെച്ച് തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക CD. എന്താ CD കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയാണെന്ന് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്കിങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ, കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിയിലൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ? പറയുമ്പോ
കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അള്ള അറിയിക്കാൻ. അതാണ് ഓരോരുത്തരുടെ മഹത്വം. എങ്ങനെയുണ്ട് മഹത്വം? ജോർജ് ഡബ്ല്യു ബുഷിനോടൊപ്പം കൂട്ടി പറയാൻ പറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ കാന്തപുരമുള്ളൂ. ഈ സാധുവിന് മനസ്സിലായില്ലേ മൂപ്പര് ആരാത്? ഇയാൾക്കും മനസ്സിലായില്ല. ഡബ്ല്യു ബുഷ് എന്ന് പറഞ്ഞ ആരാധന ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ആരുണ്ട് ഇവരെ കുറെ അബദ്ധങ്ങള്? ഇവരുടെ കുറെ അബദ്ധങ്ങളുണ്ട്. എന്നുവെച്ചാല് ഈ ആളെ മനസ്സിലാകാതെ വിളിച്ച് കുടുങ്ങണ ഒരുപാടുണ്ട്. ഇവരൊരു പ്രാർത്ഥനയാണ്. എന്ത്? യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്റാഫീൽ യാ അസ്റായീൽ. ഇവരുടെ വിളിയാണ്. എന്താ പറഞ്ഞത്? യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്റാഫീൽ യാ അസ്റായീൽ. അങ്ങനൊന്നും ആരും വിളിക്കലോ എന്ന് പറയും. കേട്ടോളൂ, വളരെ വ്യക്തമായിട്ട് തന്നെ വിളിക്കുക. കേട്ടോളൂ. അല്ല, യാ ജിബ്രീൽ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ജിബ്രീലിനെയാണ്. യാ മീകായിൽ അത് മനസ്സിലായി. യാ ഇസ്രാഫീലും മനസ്സിലായി. യാ അസ്റായീൽ എന്തിനാ വിളിച്ചത്? ആളെ തിരിഞ്ഞിട്ടില്ല. ഈ അസ്റായീലാരത് തിരിഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് ഇവരുടെ കഥ. നിങ്ങൾ മനസ്സിലാക്കണോ? കാര്യം എന്താ? ബുഷാരെന്ന് മനസ്സിലായില്ല. അതെന്താ വേണ്ടത്? ബുഷിനോട് കൂട്ടി പറയാൻ പറ്റുന്ന ഉസ്താദ് ഉണ്ടെങ്കിൽ ഈ ഉസ്താദേ ഉള്ളൂ എന്നാ നിങ്ങൾ മനസ്സിലാക്കി. ഈ ജാതി വിടായികൾ കൂടുതൽ പറഞ്ഞപ്പോ ഈ സമുദായം തിരിഞ്ഞു ചോദിച്ചു. ഈ സമുദായം മുജാഹിദുകളെ നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം ഉമ്മത്ത് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. മുജാഹിദ് എന്ന വ്യത്യാസമില്ലാതെ. കേട്ടോളൂ. പേര് അബ്ദുൽ ബാരി, ചാവക്കാട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് കാന്തപുരത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ എന്നൊരാളുടെ പ്രസംഗ ക്ലിപ്പിങ്ങിലൂടെ ഞാൻ കേട്ടു. അയാൾ ഇസ്ലാമിന് പുറത്താണോ അതോ അകത്താണോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. പക്ഷേ ഇത് ആധികാരിക മതപണ്ഡിത സംഘടനയുടെ കീഴ്ഘടകമാണ്. സാധാരണ SKSSFകാർ തലയിരിക്കുമ്പോൾ വാല് ആടാറില്ല. ഈ ചോദ്യകർത്താവ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് നിവാരണം വരുത്തേണ്ടതാണ്. ആള് കുഫറിലേക്കും മുർത്തത്തിലേക്കും പറയുന്ന കാര്യമായതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റിയോട് ചോദിച്ച് അവർ ഇസ്ലാമിന്റെ പുറത്താണോ അകത്താണോ എന്ന് തെര്യപ്പെടുത്തേണ്ടതാണ്. താടി വെച്ച തലപ്പാവ് വെച്ച ആൾ മുസ്ലിമാണോ കാഫറാന്ന ചോദ്യോ? മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല. മുശാവറയോട് ചോദിക്കണം. ആരെക്കുറിച്ച് ചോദിച്ചത്? നല്ല തലപ്പാവ് വെച്ച നന്നായി താടി വെച്ച വാഴ പറയണ മുജാരെ കുറിച്ചാ ചോദ്യോ? ഇയാളെ കുറിച്ച് എന്താ വിധി പറയണോ? മുസ്ലിം എന്ന് പറയണോ കാഫർ എന്ന് പറയണോ? അത് മറുപടി പറഞ്ഞ ആളൊരു സക്കാഫിയാണ്, പ്രതി ഒരു അഹ്സനിയാണ്. ആ അഹ്സന് മുസ്ലിമാണെന്ന് പറയാൻ സക്കാഫിക്ക് കഴിയുന്നില്ല. നേരെ മറിച്ച് മുശാവറയോട് ചോദിക്കണം. ഈ സമുദായം ചോദിച്ചു, ഇങ്ങനെയുള്ള ആളുകളെ തുറന്നിസ്കരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആളുകൾ തുറന്നിസ്കരിക്കാൻ പറ്റുമോ? മുജാഹിദിനെ എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദപരിവേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്നു നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. കണ്ടോ? തുറന്നിസ്കരിക്കാൻ പറ്റില്ല എന്നർത്ഥോ? ഈ ജാതി മുലാക്കന്മാരെ തുറന്നിസ്കരിക്കാൻ പറ്റില്ല എന്നർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വൈരാഗ്യത്തോടെയോ വാശിയോടെയോ അല്ല ഇത് പറഞ്ഞത്. നേരെ മറിച്ച് ഈ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായിരുന്ന ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ, വേട്ടമൃഗത്തെ തുളച്ചമ്പ് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ ദീനിൽ കടന്നവർ പുറത്തേക്ക് തെറിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല.
അത് സംഭവിച്ചു പോയത് എന്തുകൊണ്ടാ? ഇസ്ലാം എന്തെന്നറിയാത്തത് കൊണ്ടാണ്, തൗഹീദ് എന്തെന്നറിയാത്തത് കൊണ്ടാണ്, പരലോകം എന്തെന്നറിയാത്തത് കൊണ്ടാണ്, ദീൻ എന്തെന്നറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും അവസാന വാചകം എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുങ്ങണം, നമ്മൾ തയ്യാറാകണം. ഇവിടം മുതൽ, ഈ രാത്രി മുതൽ ഒരു പുതിയ തീരുമാനത്തിന് നാം തയ്യാറാകണം. നമ്മൾ മനസ്സുകൊണ്ടൊരുങ്ങണം. നാളെ റബ്ബിന്റെ പ്രീതി, അള്ളാഹുവിന്റെ പ്രീതി, പരലോകത്തുള്ള വിജയം, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അതിനുവേണ്ടി പണിയെടുക്കണം. അതാണ് യഥാർത്ഥ ജീവിതമെന്ന് മനസ്സിലാക്കണം. ഈ ഭൗതിക ലോകത്ത് അള്ളാഹു നിനക്ക് തന്ന ഈ ജീവിതം കൊണ്ട് നീ സമ്പാദിച്ചോളൂ, നിന്റെ യാത്രാവിഭവം നീ ഒരുക്കിക്കോളൂ. നാളെ റബ്ബിന്റെ മുന്നിൽ വിജയിക്കുവാൻ ആവശ്യമായ ധനം, ആ ആവശ്യമായ സമ്പാദ്യം നീ ഒരുക്കിക്കോളൂ. മനുഷ്യ, നിനക്കറിഞ്ഞുകൂടാ, നിനക്കറിഞ്ഞുകൂടാ. ഇതാ ജന്ന അലൈകല്ലൈലു ഹൽ തഈശു ഇലൽ ഫജ്രി. ഈ രാത്രി, ഇന്നത്തെ രാത്രി നിന്നിലേക്ക് മൂടിക്കഴിഞ്ഞാൽ, ഈ രാത്രി നീ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, നാളത്തെ പ്രഭാതത്തിൽ നീ ഉണ്ടാകുമോ? നിനക്കറിഞ്ഞുകൂടാ മനുഷ്യ. നാളത്തെ സൂര്യോദയം കാണാൻ നീ ഉണ്ടാകുമോ? നിനക്കറിഞ്ഞുകൂടാ മനുഷ്യ. ഞാൻ വയസ്സായില്ലല്ലോ, ഞാൻ പ്രായമായില്ലല്ലോ, ഞാൻ എന്റെ മുടി നരച്ചില്ലല്ലോ, ഞാൻ ചെറുപ്പക്കാരനാണല്ലോ എന്നോർത്തുകൊണ്ട് സമാധാനിക്കാൻ നിനക്ക് വകയില്ല മനുഷ്യ. എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്ര ചെറുപ്പക്കാരാണ്, അവർ വളരെ നിർഭയത്വത്തോടുകൂടി, വളരെ ലാഘവത്തോടുകൂടി അവര് പ്രഭാത പ്രദോഷങ്ങളെ എത്തിക്കുകയാണ്. ഞാൻ മരിക്കില്ല എന്ന ഭാവമാണ്, എനിക്കിപ്പോൾ മരണമുണ്ടാകില്ലെന്ന ഭാവമാണ്, ഞാൻ വയസ്സനല്ലെന്ന ഭാവമാണ്, ഞാൻ രോഗിയല്ലെന്ന ഭാവമാണ്. പക്ഷേ നിനക്കറിയുമോ യുവാവേ, നിനക്കറിയുമോ ചെറുപ്പക്കാരാ, നിന്നെ പുറപ്പിക്കാനുള്ള കഫം പുടവ അടുത്ത കടയിലെത്തി വരും നീയുണ്ടോ അറിയുന്നു. എത്രയെത്ര യുവാക്കളാണ്, എത്രയെത്രയോ ചെറുപ്പക്കാരാണ്, അവരുടെ ജീവിതം ആ യുവത്വത്തിൽ തന്നെ പൊലിഞ്ഞു പോവുകയുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിച്ച സമയത്തല്ല, അടുത്ത നിമിഷത്തിൽ 5 മിനിറ്റിനുള്ളിൽ ഞാൻ വീട്ടിലെത്തുമെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞവൻ, വീട്ടിൽ ഉമ്മ കാത്തിരിക്കുന്നു, ഉപ്പ കാത്തിരിക്കുന്നു, തന്റെ മകൻ ഇപ്പോൾ വീടണയുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ലൈറ്റ് അടക്കാതെ വിളമ്പിയ ഭക്ഷണവുമായി കാത്തിരിക്കുന്ന ഉമ്മയുടെ മുന്നിലേക്ക്, കാത്തിരിക്കുന്ന ഉപ്പയുടെ മുന്നിലേക്ക് വന്നത് ആ മകനായിരുന്നില്ല, നേരെ മറിച്ച് ആ മകന്റെ മരണവിവരമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എത്രയെത്ര അനുഭവം നിനക്കുണ്ട്. അതെ യുവാവേ, നിന്റെ യുവത്വം, നിന്റെ ചെറുപ്പം ഒരിക്കലും മരണത്തിന് തടസ്സമല്ല കേട്ടോ. നിന്റെ കഫം പുടവ, നിനക്കുള്ള കഫം പുടവ അടുത്ത കടയിലെത്തി വരും നീയുണ്ടോ അറിയുന്നു. രാവിലെ അയാൾ വീട്ടിൽ കിടന്നുറങ്ങിയ ആളാണ്, പ്രഭാതത്തിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്, സുബഹിന്റെ നേരത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്. ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്ന് വിളിച്ചു പറയുമ്പോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയുമ്പോ വീട്ടിൽ കിടന്നുറങ്ങിയ ആളാണ്. രാവിലെ അയാൾ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ വൈന്ദൽ മസാഇ ഖദ് കാന മൻ സാകിനിൽ ഖബരി, വൈകുന്നേരമായപ്പോൾ അയാൾ വീട്ടിലില്ല, അയാൾ അയാളുടെ റൂമിലില്ല, അയാൾ അയാളുടെ ബെഡിലില്ല, നേരെ മറിച്ച് അയാൾ എവിടെയാണുള്ളത്? അയാളുടെ ഖബറിലാണ്. രാവിലെ വീട്ടിൽ കിടന്നുറങ്ങിയവൻ വൈകിട്ട് ഖബറിലാണ് മനുഷ്യ. ആ ഒരു അവസ്ഥ നിനക്കും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് വിശ്രമിക്കാൻ സമയമില്ല, ഒഴിഞ്ഞിരിക്കാൻ സമയമില്ല. ദുനിയാവിൽ നിന്ന് നന്മകൾ വല്ലതും കിട്ടുമോ? പെറുക്കിയെടുത്തോ, അന്വേഷിച്ചിറങ്ങിക്കോ, പണിയെടുത്തോ, അള്ളാഹുവിൽ തവക്കുലാക്കിക്കോ, മുബഹിദായി ജീവിച്ചോ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചോ. അങ്ങനെ നല്ലവരായി ജീവിച്ച് ഈ ലോകത്ത് നന്മകൾ പ്രദാനം ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞുകൊടുത്ത് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്ത് ഈ തൗഹീദിന്റെ മാർഗത്തെ അടച്ചു കളയാൻ ഊതിക്കടത്തുക